ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാനിന്ന് സംസാരിക്കുന്ന ഒരു 6 ഹെൽത്തി ഫുഡിനെ കുറിച്ചിട്ടാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഡെയിലി ലൈഫിൽ ഉൾപ്പെടുത്താൻ പറ്റിയതും നിങ്ങളുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടും സാധിക്കുന്ന ഒരു 6 ഫുഡിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇവിടെ സംസാരിക്കുന്നത്. അപ്പോൾ അതിനു മുന്നേ നമ്മൾ പേഴ്സണലൈസ്ഡ് ഡയറ്റ് പ്ലാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്, വ്യക്തിഗതമായിട്ടുള്ള ഡയറ്റ് പ്ലാൻ. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ താഴെ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ഫുഡ് എന്ന് പറയുന്നത് സവർ ക്രൗട്ട് ആണ്. അപ്പോൾ പേര് കേൾക്കുമ്പോൾ തന്നെ വിചാരിക്കും അയ്യോ ഇത് ഞങ്ങൾ കേട്ടിട്ടില്ലല്ലോ എന്താണെന്ന്. വേറെ ഒന്നല്ല, നമ്മുടെ ക്യാബേജ് ഫെർമെന്റ് ചെയ്തിട്ടുള്ളൊരു ഒരു ഫുഡാണ് ഈ സവർ ക്രൗട്ട് എന്ന് പറയുന്നത്. കൂടുതലായിട്ടും കൊറിയയിലും ജപ്പാനിലാണ് ഇത് ഉപയോഗിച്ച് വരുന്നത്. അപ്പോൾ ഇതിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട്, ഫൈബർ ധാരാളം അടങ്ങിയിട്ടുണ്ട്, പിന്നെ നമ്മുടെ ഡൈജഷൻ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഇത് വളരെ നല്ല രീതിയിൽ സഹായിക്കും. പിന്നെ വൈറ്റമിൻ K2 അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ വൈറ്റമിൻ K2ന്റെ മെയിൻ ധർമ്മം എന്ന് പറയുമ്പോൾ നമ്മുടെ കാൽഷ്യത്തിന്റെ അബ്സോർപ്ഷൻ കറക്റ്റ് ആക്കുക, പ്രോപ്പർ ആക്കുക, അതുപോലെ കാൽസിഫിക്കേഷൻ, അതായത് ഈ ആർട്ടറീസിലെ കാൽസിഫിക്കേഷൻ പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ചിലവരിൽ വൈറ്റമിൻ K2ന്റെ ഡെഫിഷ്യൻസി കാരണം കാൽസിഫിക്കേഷൻ നടക്കാറുണ്ട് ആർട്ടറീസിലൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഈ ഒരു സവർ ക്രൗട്ട് എന്ന് പറയുന്ന ഒരു ഡിഷ് നമ്മൾ ഡെയിലി ലൈഫിൽ ഉൾപ്പെടുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് ഞാൻ വീഡിയോ ആയിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നതായിരിക്കും. വളരെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് ഈ സവർ ക്രൗട്ട് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ സാൽമൺ ആണ്. സാൽമൺ ഇവിടെ അവൈലബിലിറ്റി വളരെ കുറവാണ്. എന്നിരുന്നാൽ കൂടിയും നമ്മൾക്ക് നമ്മുടെ മലയാളികൾ എത്തിപ്പെടാത്ത രാജ്യങ്ങളില്ല ഇന്ന്. അപ്പോൾ ഈ പോളാർ റീജിയണിൽ, തണുപ്പ് പ്രദേശങ്ങളിൽ ജീവിക്കുന്നവർക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി വളരെ കോമൺ ആണ്. അതുപോലെ ഡിപ്രഷൻ, പല സിംറ്റംസും വൈറ്റമിൻ ഡിയുടെ ഭാഗമായിട്ട് കണ്ടുവരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഈ സാൽമൺ അവരുടെ ഡെയിലി ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം നമ്മുടെ ഈ RDA പ്രകാരം നമുക്ക് 600 ഇന്റർനാഷണൽ യൂണിറ്റ് ആണ് ഒരു ദിവസം നമുക്ക് വൈറ്റമിൻ ഡി വേണ്ടത്. അപ്പോൾ അത് കവർ ചെയ്യാനായിട്ട് ഈ സാൽമണ് സാധിക്കും. പിന്നെ omega-3 ഫാറ്റി ആസിഡ് ഉണ്ട്, സെലീനിയം ധാരാളം അടങ്ങിയിട്ടുണ്ട് സാൽമൺ. സെലീനിയം എന്ന് പറയുമ്പോൾ നമുക്ക് തൈറോയ്ഡ് ഹെൽത്തിനൊക്കെ വളരെ നല്ല രീതിയിൽ സഹായിക്കുന്നതാണ്. ഇനി അറഗുള എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു സാലഡായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അത് ഇവിടെ എത്രത്തോളം അത് അവൈലബിലിറ്റി ഉണ്ടെന്ന് അറിയില്ല, എന്നാലും ഹൈപ്പർ മാർക്കറ്റിലൊക്കെ അത് നല്ലപോലെ അവൈലബിൾ ആണ്. ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് നൈട്രിക് ഓക്സൈഡ് എന്ന് പറയുമ്പോൾ ഈ ബ്ലഡ് പ്രഷറൊക്കെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് ഇത് വളരെ നല്ല രീതിയിൽ സഹായിക്കും. നമ്മുടെ വാസ്കുലർ ഡാമേജ് ഒക്കെ കുറയ്ക്കാനായിട്ട് ഇത് വളരെ നല്ല രീതിയിൽ സഹായിക്കും. അപ്പോൾ അങ്ങനെ ഉള്ള ആളുകൾ BP മെഡിക്കേഷൻസ് ഒക്കെ എടുക്കുന്നുണ്ട്, BP ബോർഡർ ലൈൻ ഒക്കെയാണ് നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ അറഗുള എന്ന് പറയുന്നത് അവരുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതായിരിക്കും. അല്ലാത്തവർക്കും ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. ഇപ്പൊ അറഗുള കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് സെലറി, ലെറ്റ്യൂസ് ഒക്കെ ഉൾപ്പെടുത്തുന്നത് നല്ലതായിരിക്കും. പിന്നെ ഇതിന്റെ അറഗുളയുടെ മെയിൻ ഒരു ഫോക്കസ് എന്ന് പറയുമ്പോൾ ഇതിൽ ഓക്സാലൈറ്റ് കുറവാണ്. അതുകൊണ്ട് നമുക്ക് ഓക്സാലൈറ്റ് കുറവായതുകൊണ്ട് തന്നെ കിഡ്നി സ്റ്റോൺ ഒക്കെ ഉള്ളവർക്കൊക്കെ വളരെ സേഫ് ആണ് ഇത് ഉപയോഗിക്കാനായിട്ട്. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ബീഫാണ്. ബീഫ് എന്ന് പറയുമ്പോൾ പലരിലും പേടിയാണ് ബീഫ് ഉപയോഗിക്കാനായിട്ട്. പക്ഷെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീക്കിലി ഒരു 2 ദിവസമെങ്കിലും ബീഫ് കഴിച്ചിരിക്കണം. കാരണം ബി വൈറ്റമിൻ, ഫോളേറ്റ്, അയൺ എല്ലാം ഈ ബീഫിൽ അടങ്ങിയിട്ടുണ്ട്. നമുക്ക് ന്യൂട്രിയൻ ഡെൻസ് ആയിട്ടുള്ള ഒരു ഫുഡാണ് ബീഫ് എന്ന് പറയുന്നത്. സോ നിങ്ങൾ വീക്കിലി 2 ദിവസമെങ്കിലും നിങ്ങളിത് ഉൾപ്പെടുത്തുന്നത് നല്ലതായിരിക്കും, വളരെ നല്ലതായിരിക്കും. ഇനി അടുത്തൊരു ഫുഡ് എന്ന് പറയുമ്പോൾ ബ്രസീൽ നട്ട് ഇത്തിരി എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു നട്ടാണ്. ഇതിന്റെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് സെലീനിയം റിച്ച് ആണിത്. നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡിന്റെ ഫങ്ഷൻസ് ഒക്കെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് വളരെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും ഈ ബ്രസീൽ നട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ദിവസം ഒരെണ്ണം കഴിച്ചാൽ മതി, അതാണ് അതിന്റെ പ്രത്യേകത. സോ ബ്രസീൽ നട്ട് നിങ്ങൾ ഡെയിലി നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. അടുത്തെന്ന് പറയുന്നത് എക്സ്ട്രാ വെർജിൻ ഒലീവ് ഓയിൽ ആണ്. അതെന്ന് പറയുന്നത് നമ്മുടെ ഹാർട്ടിന്റെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കും. ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട്, ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടി ഉണ്ട്. സോ നമ്മൾ നമ്മുടെ ഡെയിലി ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് ഒലീവ് ഓയിൽ, എക്സ്ട്രാ വെർജിൻ ഒലീവ് ഓയിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഇത് 6 ഫുഡാണ് വളരെ ഒരു ഹെൽത്തി ഫുഡ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്നവർ ഇത് മസ്റ്റായിട്ടും ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണം. നിങ്ങളുടെ ഹെൽത്ത് ഇംപ്രൂവ് ആവുന്നത് നിങ്ങൾക്ക് ശരിക്കും അറിയാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഞാൻ വീണ്ടും പറയാണ്, നമ്മൾ പേഴ്സണലൈസ്ഡ് ഡയറ്റ് പ്ലാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ സ്റ്റേ ട്യൂൺ, സ്റ്റേ ഹെൽത്തി, ബൈ.